ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗിലെ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചില്ല. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ജാമ്യാപേക്ഷയ്ക്ക് ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല എന്ന BJP കേരള ഘടകത്തിന്റെ വാദം തള്ളുന്നതാണ് ഈ ഉത്തരവിന്റെ കോപ്പി. മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയത് NIAയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. NIA കോടതിയെ സമീപിക്കാനാണ് കോടതി നിർദ്ദേശം. കന്യാസ്ത്രീകൾക്കെതിരായ ബജ്രംഗൽ വാദത്തെ പിന്തുണച്ചായിരുന്നു കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഉത്തരവിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ബജ്രംഗൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സഭയുടെ തീരുമാനം. അതേസമയം കന്യാസ്ത്രീകളുടെ ആരോഗ്യനില മോശമെന്നും വെറും നിലത്താണ് ജയിലിൽ കഴിയുന്നതെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു. ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. കഴിഞ്ഞ 6 ദിവസമായി ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ, 24.